ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മാഷാ അല്ലാഹ്, ഞങ്ങളും ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. നമ്മളെ ഉന്നക്കായാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. സ്വീറ്റി ആയിട്ടുള്ള നമ്മൾ ഈ ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ പലരും ഉന്നക്കായ ഉണ്ടാക്കുന്നവരായിരിക്കും, പക്ഷേ ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 പഴമാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. 2 പഴം അത്യാവശ്യം നല്ല വലിപ്പവും തടിയൊക്കെ ഉള്ള നല്ല പഴമായിരുന്നു. നന്നായിട്ട് പഴുത്ത പഴം എടുക്കരുത് കേട്ടോ, അധികം പഴുപ്പ് കൂടിയ പഴം എടുക്കരുത്. ഒരു മീഡിയം സൈസിലുള്ള ആ ഒരു പഴുപ്പ് മതി. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചിട്ട് വരാം. അങ്ങനെ ഒരു 5 മിനിറ്റ് മതി കേട്ടോ, അത്രയും മതി. അതിൽ കൂടുതൽ ആവണ്ട. പഴുപ്പ് കൂടി നന്നായിട്ട് ഉടഞ്ഞത് ശരിയാവില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു ബൗളിലോട്ടിടാം. ബൗളിലോട്ടിട്ടിട്ട് നമ്മളിത് നല്ലൊരു ഫോർക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഇതാരും കൊണ്ടുപോയി മിക്സിയിൽ ജാറിലൊന്നിട്ടിട്ട് ഉടക്കാക്കരുത്, പേസ്റ്റ് ആക്കരുത്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ആ സ്പൂണും വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുക. അപ്പം നമ്മൾ പഴം അവിടെ വെന്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് നോക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നല്ല നെയ്യാണ്. നല്ല മണമൊക്കെയാണ് ഈ നെയ്യിന് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പം. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാ. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം വീഡിയോ ഉണ്ടാക്കിയപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കിസ്മിസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. നമ്മളെ കയ്യിൽ എത്രത്തോളം ഉണ്ടെങ്കിലും നമുക്ക് അത്രത്തോളം ഇട്ട് കൊടുക്കാം. നമുക്ക് ഉന്നക്കായൻ്റെ ഇടയിൽ ഇങ്ങനെ 1-2 കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് റോസ്റ്റായി വന്നാൽ ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ ആ പച്ച മണം മാറുന്ന ആ നെയ്യിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ചെറുതായിട്ട് ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് മധുരം, ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവർക്ക് ഒരു പാകത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മധുരം ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പം ഇതിൽ ചെയ്യുന്ന പോലെ ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് വിട്ട് വെക്കുക. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ നാട്ടിൽ ഉന്നക്കായ ചെയ്യുമ്പം ഇതുപോലെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ മുട്ട ഇടാറുണ്ടോ? അപ്പോൾ ഇല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി അഥവാ ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഇടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ആ തേങ്ങയുടെ ഒരു ഫില്ലിങ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഓരോ റെസിപ്പിയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും കൂടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അവർക്ക് അത് ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് വരുമ്പോൾ നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടോ. കണ്ട ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഫില്ലിങ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് നാട്ടിലാണോ അവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവുമല്ലോ, താഴെ കമൻസിൽ അറിയിക്കട്ടെ. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മൾ ഫില്ലിങ്ങും റെഡിയായി, പഴവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉന്നക്കായുടെ ആ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ബൗൾസ് പോലെ എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾക്ക് ഇതിലാണ് നമ്മൾ ഫില്ലിങ് നിറക്കാൻ പോകുന്നത്. ഇനി ഒരു സ്പൂണ് നമ്മൾക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മൾ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉന്നക്കായുടെ ആ ഷേപ്പിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫില്ലിങ് കൂടുതലായിട്ട് വെക്കേണ്ട, അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ചാടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ നോക്കിയിട്ട് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ കൂടുതൽ പഴുപ്പായ പഴമാണ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം മീഡിയം സൈസിലുള്ള പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അധികം വേവിക്കുകയും വേണ്ട കേട്ടോ വേവിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇവിടെ ഫ്രൈ ആവുന്ന കൂടെ തന്നെ ഞാൻ അപ്പുറത്ത് ഒന്നും കൂടി ഇങ്ങനെ ഇതേപോലെ റെഡി ആക്കുന്നുണ്ട്.
അതിൻ്റെ കൂടെ നമ്മളിത് ശ്രദ്ധിക്കുകയും വേണം, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേഗം തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഇതൊന്നും ഇനി പ്രത്യേകിച്ച് വേവാനൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം കുക്ക് ചെയ്ത സംഭവങ്ങളാണ്, പഴമാണ്, പെട്ടെന്ന് തന്നെ റെഡിയാവും. നമ്മൾ ഓരോന്ന് റെഡിയാക്കണ കൂടെ തന്നെ ഇതൊന്ന് വേഗം മറിച്ചിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓയിലിൽ ഫ്രൈ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു പാനിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് എന്തെങ്കിലും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചെടുത്താൽ മതി. അങ്ങനെയും ട്രൈ ചെയ്യാം, അതും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല അങ്ങനെയും കൊടുക്കാം. ഓയിലിൽ ഫ്രൈ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഓരോ ഉന്നക്കായും ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റമളാനിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഉന്നക്കായ ഫുള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.